അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും. ലേഡീസ് ബ്യൂട്ടി മേലെ പട്ടാമ്പി, ഓൾസോ ആറ്റ് എടപ്പാൾ, ചങ്ങരംകുളം, ഗുരുവായൂർ. കേരള മാപ്പിളകലാ അക്കാദമി സിൽവർ ജൂബിലിയുടെ ഭാഗമായി കോഴിക്കോട് സിറ്റി ചാപ്റ്റർ ഒപ്പന പുരാണം സെമിനാർ നടത്തി. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള മാപ്പിളകലാ അക്കാദമി സിൽവർ ജൂബിലിയുടെ ഭാഗമായി കോഴിക്കോട് സിറ്റി ചാപ്റ്റർ ഒപ്പന പുരാണം സെമിനാർ നടത്തി. കുറ്റിച്ചിറ സിഎസ്കോ ഹാളിൽ നടന്ന ചടങ്ങിൽ ഒപ്പനയുടെ ചരിത്ര നിരൂപണം, ഡിബേറ്റ്, ആദരം എന്നിവ നടന്നു. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ജ്ഞാനപ്പാന എന്ന് പറഞ്ഞ ഗീതമാണ്, സംഗീതമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒപ്പം പാടുന്നത്, ഒപ്പം സംഗീതം എന്നുള്ളതിനെ ആണ് ശരിക്കും ഒപ്പന എന്ന് നമുക്ക് പറയാനാവുന്നത്. അല്ലാതെ അറബിയിൽ നിന്നൊരു പദം അതിലൂടെ വന്നു. കാരണം അറബിയിൽ ഉണ്ടെങ്കിൽ തിരക്കിടില്ല, അറബിയിൽ ഇതില്ല. ഇവിടുന്ന് അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ ഒമാനിൽ ഇത് കാണാൻ കഴിയും. ഞങ്ങൾ ഒമാൻ സന്ദർശിച്ചപ്പോൾ ഏകദേശം ഒപ്പനയുടെ രൂപഭാവങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടു. കാരണം ഈ ഒരു കോഴിക്കോടും ഒമാനൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ജയ്പൂരിലുള്ള ഒരുപാട് കുടുംബങ്ങളെ കണ്ടു. ആർദ്ധികമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ. സംഘാടക സമിതി ചെയർമാൻ കെ മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. ഒപ്പന കലയിൽ നൽകിയ അടയാളപ്പെടുത്തലിന് PN ഉസ്മാൻ കോയ, പള്ളിവീട് ഉമ്മാത്തബി എന്നിവർക്കുള്ള ഉപഹാരം ചടങ്ങിൽ ഹുസൈൻ രണ്ടത്താണി, മാപ്പിളകലാ അക്കാദമി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് AK മുസ്തഫ എന്നിവർ കൈമാറി. അഷ്റഫ് പുളിക്കൽ പൊന്നാട അണിയിച്ചു. കവി K മൊയ്തു മാസ്റ്റർ വാണിമേൽ ക്ലാസ് എടുത്തു. ഡിബേറ്റിന് കവി പക്കർ പുന്നൂർ, ഗായകൻ റഷീദ് മോങ്ങം, പഴയകാല ഒപ്പന കലാകാരൻ PN ഉസ്മാൻ കോയ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സെക്രട്ടറി ഇഷ്റത്ത് സബ, ഫൈസൽ കന്മനം, സാബി തെക്കേപ്പുറം, സഹീർ നല്ലളം, ഉമ്മർ മാവൂർ, KM വഹീദ, ലിയാന മോൾ എന്നിവർ പങ്കെടുത്തു. സൂഫി ഗായകൻ അഷ്റഫ് പാലപ്പെട്ടി, അക്കാദമി സംസ്ഥാന സെക്രട്ടറി നൌഷാദ് വടകര, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK അഷ്റഫ്, സെക്രട്ടറി അഷ്റഫ് കൊടുവള്ളി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ലെങ്കും